ഹലോ ഗായ്സ്, കണ്ണൂർ ട്രക്കർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെറൈറ്റിയാണ്. ഞാൻ കഴിഞ്ഞ വീക്ക് പറഞ്ഞ പോലെ നമ്മളൊരു പോവാത്തൊരു ലൊക്കേഷനിലോട്ട് പോകാൻ പോകുന്നത്. അത്യാവശ്യം നല്ല ലോങ് ട്രിപ്പാണ്. അത് ആക്ച്വലി കാനഡയിലെ ഒരു സ്റ്റേറ്റ് തന്നെയാണ് വരുന്നത്. പക്ഷേ നമ്മുടെ പിക്കപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും നമ്മൾ ആദ്യം ഇവിടെ നിന്നൊരു ലോഡും കൊണ്ട് US പോകും. US ഡെലിവറി ചെയ്തതിന് ശേഷം US വേറൊരു സ്ഥലത്ത് പോയിട്ട് ലോഡ് പിക്ക് ചെയ്തിട്ട് നമ്മൾ കാനഡയിലെ നമ്മൾ പോകുന്ന ഡെലിവറി ലൊക്കേഷനിലോട്ട് പോകും. അപ്പം അതെന്ന് പറഞ്ഞു കഴിയുമ്പം ഒരു ക്ലൂ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പുള്ള സ്ഥലമാണ്. വിൻ്ററിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈവൻ നമ്മുടെ ഇവിടെ ഒണ്ടാരിയോ സ്റ്റേറ്റിൽ വരുന്ന കുറേ പിള്ളേരൊക്കെ ഇങ്ങനെ PR ആവശ്യത്തിനൊക്കെ ആയിട്ട് അങ്ങോട്ട് മൂവ് ചെയ്യലുണ്ട്. അവിടെ പെട്ടെന്ന് PR കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട്. നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ഗസ് ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ ആഴ്ച അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. A few moments later. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ കമ്പനി വന്നു, ട്രെയിലറൊക്കെ ബുക്ക് ചെയ്ത് അവിടെ നിന്ന് വിട്ടു. അപ്പം ഇന്നത്തെ നമ്മൾ ലോഡ് കാനഡയിൽ നിന്ന് തന്നെ വിൻസറിൽ നിന്ന് തന്നെ പിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടി. അപ്പം നമ്മൾ MT ട്രെയിലർ കമ്പനിയിൽ നിന്ന് ബുക്ക് ചെയ്തു. എന്നിട്ട് പിക്കപ്പ് ലൊക്കേഷനിൽ പോയി, കമ്പനി പറഞ്ഞ അഡ്രസ്സിൽ പോയി. കമ്പനി പറഞ്ഞ അഡ്രസ്സിൽ ചെന്ന സമയത്ത് അവർ പറയുന്നു ഇത് അവിടെയല്ല പിക്കപ്പ് എന്ന്. ആദ്യം അവർ കുറച്ച് റൂഡായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ സെപ്പറേറ്റ് ട്രക്കിന് പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് സൈഡിൽ പാർക്ക് ചെയ്തു. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഡോക്കിലിടേണ്ടതാണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ആ പാർക്കിങ്ങിൽ ഇട്ടില്ല, അവിടെ അടുപ്പിച്ചിട്ടു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആ പാർക്കിങ്ങിൽ ഇടണം, എന്നാലേ മറ്റേ അവർ പിക്കപ്പൊക്കെ എടുക്കുള്ളൂ, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ. അപ്പം പിന്നെ ഞാൻ ട്രക്ക് എടുത്ത് കൊണ്ടുപോയി അവരുടെ പാർക്കിങ്ങിലിട്ടു. അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോയി അവരോട് പിക്കപ്പ് നമ്പർ പറഞ്ഞപ്പോൾ അവർ പറയുന്നു ഈ ലോഡ് അവിടെയല്ല, വേറൊരു സ്ഥലത്താണ്, അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ഇപ്പുറത്ത് വേറൊരു സ്ഥലത്താണ്. അപ്പം ആ കമ്പനി ഒരു വെയർ ഹൗസിൽ നമ്മൾ ഓൾറെഡി വന്നിട്ടുള്ളതാണ്. ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. നമ്മൾ കാനഡ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ക്യൂബക്ക് മോൺട്രിയലിൽ നിന്ന് ഗ്ലാസിൻ്റെ ലോഡുമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ചില സമയത്ത് ഇവിടെ വന്നിട്ട് നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യലുണ്ട്. അത് ഈ കമ്പനി വന്നിട്ടാണ് അവർ ഇൻസ്പെക്ഷൻ ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ അതുകൊണ്ട് ഡെലിവറി ചെയ്യുന്നത്. ആ സെയിം കമ്പനിയിലാണ് ലോഡുള്ളത്, അവിടെ നിന്ന് വേണം പിക്ക് ചെയ്യണമെന്ന്. പിന്നെ നമ്മൾ ഡിസ്പാച്ച് വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ കസ്റ്റമറുമായിട്ട് കോൺടാക്ട് ചെയ്യട്ടെ, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ കുറച്ച് നേരം പറഞ്ഞു. പിന്നെ ഒരു 5 മിനിറ്റ് വരെ അവിടെ വെയിറ്റ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞു അതെന്തോ കസ്റ്റമർ സർവീസിൽ എന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ്, അവർ പറഞ്ഞ അഡ്രസ്സിലോട്ട് തന്നെയാണ് പോകേണ്ടത്, അങ്ങോട്ട് പോകോളെ. അങ്ങനെ നമ്മൾ ആ ലൊക്കേഷനിലെത്തി. അവിടെ വന്നു കഴിഞ്ഞാൽ പിക്കപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു ട്രെയിലർ നന്നായിട്ട് ക്ലീൻ ആയിരിക്കണം. അത് ഫുഡ് ഗ്രേഡ് നമ്മൾ ഫുഡാണ് കയറ്റാൻ പോകുന്നത്. അപ്പോൾ ഫുഡ് ഗ്രേഡ് ക്വാളിറ്റിയിൽ നമ്മൾ ക്ലീൻ ആയിരിക്കണമെന്ന്. ഞാൻ ഓൾറെഡി മറ്റേ കമ്പനി ചെന്ന സമയത്ത് നമ്മളൊന്ന് ക്ലീൻ ആക്കിയതായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെയും ഞാൻ ഒന്നും കൂടെ ക്ലീൻ ആക്കി. എന്ത് ചെയ്യാനാന്ന് പറയാം, ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെ മൊത്തം വാരി വലിച്ച് ഓരോരോ പണിയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ വന്നിട്ട് കൊണ്ടുപോയി ഡോക്കിലിട്ടിട്ടുണ്ട്. ഇനിയിപ്പം അവർ എന്താണെന്ന് വെച്ചാൽ പറയും, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളവിടെ പിക്കപ്പ് ലൊക്കേഷനിൽ പോയായിരുന്നു. അവിടുന്ന് ലോഡ് പിക്ക് ചെയ്തു. അപ്പോൾ പിക്ക് ചെയ്തിട്ട് ഏകദേശം 1.5 മണിക്കൂർ പിടിച്ചു അവർ ലോഡ് ചെയ്യാൻ വേണ്ടി. കാരണം ഏകദേശം 3/4 മണിക്കൂറോളം നമ്മൾ ചുമ്മാ കടന്നു ഡോക്കിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ കയറ്റാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഒരു 15 മിനിറ്റ് കൊണ്ട് 20 മിനിറ്റ് കൊണ്ട് കയറ്റി കഴിഞ്ഞു. പിന്നെ പേപ്പർ വർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു 1.5 മണിക്കൂർ പിടിച്ചു.
അങ്ങനെ പേപ്പർ കിട്ടി. പേപ്പർ അയച്ചു കൊടുക്കാൻ നോക്കുമ്പോഴാണ് അടുത്ത ടെസ്റ്റ് വന്നത്. പേപ്പറിനകത്ത് കസ്റ്റം ഇൻവോയ്സ് ഇല്ല. അപ്പോൾ ഈ കസ്റ്റം ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ലോഡിൻ്റെ ബില്ലിൻ്റെ കൂട്ടത്തിൽ ബോർഡർ ക്രോസ് ചെയ്യേണ്ട ലോഡുകൾക്ക് വേണ്ടി അതിൻ്റെ ലൈക്ക് എന്താണ് ലോഡിൻ്റെ വെയിറ്റ് എന്താണ്, അതിൻ്റെ പ്രൈസ് എത്രയാണ്, ഇപ്പോൾ ടോട്ടൽ എത്ര വിലേൻ്റെ സാധനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കസ്റ്റംസിലോട്ടുള്ള ഒരു പേപ്പർ വർക്ക് വരും. കസ്റ്റം ഇൻവോയ്സ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ ലോഡ് ബോർഡറിൽ ക്ലിയർ ആവും. അപ്പം ആ ഒരു പേപ്പർ ഇല്ലായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ തിരിച്ചു പോയി. എന്നുവെച്ചാൽ ഞാൻ അവരുടെ ഷിപ്പിംഗ് ഓഫീസിലോട്ട് തിരിച്ചു പോയിട്ട് അവിടെ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവർ ഇതിൻ്റെ ശരിക്കുള്ള കസ്റ്റമറിനെ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് പിന്നെ അവിടുന്ന് അവർ പിന്നെ അയച്ചു കൊടുത്തു. പിന്നെ അവരെനിക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് തന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു 2-2.25 മണിക്കൂർ അവിടെ പിടിച്ചു. ലോഡ് ചെയ്ത് കഴിഞ്ഞ് കൂടാണ്ട് ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 1/4 മണിക്കൂർ, മൊത്തം ഒരു 2.25-2.5 മണിക്കൂർ പിടിച്ചു. അങ്ങനെ ഇതൊക്കെ കമ്പനിയിലോട്ട് അയച്ചു കൊടുത്ത് ബോർഡർ ക്ലിയർ ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ വെയിറ്റ് 43,250 ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ 40-ന് മുകളിലുള്ള വെയിറ്റ് നമ്മൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ ഞാൻ അവിടുത്തെ ഹസ്കി പോയി, നമ്മുടെ വിൻസറിൽ തന്നെയുള്ള. അപ്പം അവിടെ വെയിറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയപ്പം നമ്മുടെ സ്റ്റിയർ ആക്സിലും ട്രെയിലറിൻ്റെ ആക്സിലും ഒക്കെയാണ്. ഡ്രൈവ് ആക്സിലിൽ 800 പൗണ്ട് കൂടുതൽ. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ നിർത്തി മറ്റേ ആക്സിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്ത് നമ്മളെല്ലാം ഓക്കെ ആയി. 33,200, 31,400 ആ കണക്കിലാക്കി വെച്ചു. ഡ്രൈവ് ആക്സിലും ട്രെയിലർ ആക്സിലും. അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ ബോർഡറിൽ അവർ നമ്മുടെ ലോഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പിന്നെ ഒരു 20-25 മിനിറ്റ് വരെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പം ഏകദേശം സമയമായിരുന്നു. എന്നിട്ട് പിന്നെ 25 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് അവർ എനിക്ക് എൻട്രി നമ്പറൊക്കെ അയച്ചു തന്നു. അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ACE മാനിഫെസ്റ്റിനകത്ത് എഴുതി എല്ലാം സെറ്റാക്കി അവിടുന്ന് വിട്ടു. ബോർഡറിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വലിയ തിരക്കില്ലായിരുന്നു. എല്ലാ ബൂത്തിൽ കൂടി ഏകദേശം ഒരു 3 വണ്ടി വെച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കയറിയ പാടെ നമ്മൾ ചെന്ന് ഒരു ലൈനിൽ നിന്നു ഒരു 4-5 മിനിറ്റ് അതിനുള്ളിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ബോർഡറിൽ നിന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വിട്ടു. എന്നിട്ട് നമ്മൾ മിഷിഗണിൽ ഏകദേശം മിഷിഗൺ കഴിഞ്ഞ് ഒഹായോയിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേനും നല്ലൊരു മഴ. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ട പോലെ ഭയങ്കര മഴയായിരുന്നു. പിന്നെ നമ്മൾ ഫോർവേഡ് ഫ്ലാഷറൊക്കെ ഇട്ടിട്ട് എല്ലാ വണ്ടികളുടെ പുറകിൽ കൂടെ പയ്യെ പോയി ഒരുവിധം എല്ലാം ക്ലിയർ ആയതിനു ശേഷം ഇപ്പോൾ നമ്മളിപ്പം 24 ഹൈവേ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ത്യാനാപോളിസ് എത്തുന്നതിന് മുമ്പേ ഒരു റെസ്റ്റ് ഏരിയ നിർത്തി. അത്യാവശ്യം വലിയ റെസ്റ്റ് ഏരിയ ആണ്. ഞാൻ ഇവിടെ നിന്ന് ഒരു ഡ്രോൺ ഷോട്ട് എടുക്കാമെന്ന് വെച്ചാൽ പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ പോയിട്ട് ഫ്രഷ് ആയിട്ട് വന്നപ്പോഴേ തന്നെ ഇനിയിപ്പോൾ സമയമില്ല. 1/2 മണിക്കൂർ ബ്രേക്കിൻ്റെ അകത്ത് ഓൾറെഡി 25 മിനിറ്റായി. പിന്നെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ ഈ റെസ്റ്റ് ഏരിയ എടുക്കാം. നല്ല ലൊക്കേഷൻ, ഒരു ലൈക്ക് വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഏരിയയിൽ അത്യാവശ്യം നല്ല വലിയൊരു റെസ്റ്റ് ഏരിയ. അകത്താണേലും നല്ല ഫെസിലിറ്റി, മൊത്തത്തിൽ നല്ല ക്ലീനാണ്. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള റെസ്റ്റ് ഏരിയ ഞാൻ വന്ന് കടന്നിട്ടുണ്ട് രാത്രിയിൽ. അപ്പോൾ നമുക്ക് ഇനി എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ഡ്രോൺ ഷോട്ട് എടുക്കാം. കാരണം ഇനിയിപ്പോൾ നമുക്ക് സമയമില്ല. ഇവിടെ നിന്ന് ഒരു 1/2 മണിക്കൂറും കൂടെ ബ്രേക്ക് എടുത്ത് കഴിയുമ്പോഴത്തേനും പിന്നെ നമുക്ക് ആകെ ബാക്കിയുള്ളതെന്ന് പറയുമ്പോഴത്തേനും ഒരു 4 മണിക്കൂർ 40 മിനിറ്റ് ആയിരിക്കും നമുക്ക് ഡ്രൈവിംഗ് ടൈം ബാക്കിയുള്ളത്. അപ്പോൾ നമുക്കാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഫ്ലൈയിങ് ജയിലോട്ട് ഏകദേശം 3.25 മണിക്കൂറുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ തിരക്ക് പിടിച്ച് ഓടിയേ പറ്റൂ. 1.5 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും നമ്മൾ ഓടുന്നത്.
അപ്പോൾ ഇനിയിപ്പോൾ ഇൻഡ്യാനാപോളിസിൽ എനിക്ക് തോന്നുന്നില്ല വലിയ തിരക്കുണ്ടാവുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടിച്ചുമിട്ട് പോകണം. അങ്ങനെ നമ്മൾ ഇൻഡ്യാനാപോളിസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ I-69 കയറി. ഈ ഹൈവേ വലിയ കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം നല്ല ഹൈവേ ആണ്, വലിയ തിരക്കും ഇല്ല. നമ്മളിനിയിപ്പോൾ പോകുന്ന നമ്മുടെ ഡെലിവറി ലൊക്കേഷൻ വരെ അധികം വലിയ സിറ്റികളൊന്നും വരുന്നില്ല. നമുക്ക് നല്ല സുഖമായിട്ട് അടിച്ചുമിട്ട് പോകാൻ പറ്റും. നല്ല ഒരു വൺ സൈഡിലോട്ട് ഏകദേശം 2 ലൈൻ വരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 4 ലൈൻ, ചില സമയത്ത് ഇതേപോലെ 3 ലൈനും ആകുന്നുണ്ട്. അപ്പം പിന്നെ വെയിറ്റ് സ്റ്റേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് റെസ്റ്റ് ഏരിയ ഇല്ല, ട്രക്ക് സ്റ്റോപ്പുകളില്ല. അതാണ് ഒരു പ്രശ്നം വരുന്നത്. ഇപ്പം നമ്മളിപ്പം പ്ലാൻ ചെയ്തിരിക്കുന്ന ട്രക്ക് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏകദേശം അത്രയും നല്ല ദൂരം പോയതിന് ശേഷം നമ്മൾ വേറൊരു ഹൈവേ കയറി ഒരു 8 കിലോമീറ്റർ പോയി കഴിഞ്ഞുമ്പോഴാണ് ട്രക്ക് സ്റ്റോപ്പ് വരുന്നത്. അതല്ലാണ്ട് ഞാൻ ഈ ഹൈവേയിൽ ഇപ്പം അടുത്തൊന്നും അങ്ങനെ വലിയതല്ല ഒരു ട്രക്ക് സ്റ്റോപ്പേ കണ്ടിട്ടില്ല. പിന്നെ ഇവിടുത്തെ സ്പീഡൊക്കെ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഏകദേശം 105 കിലോമീറ്റർ പെർ അവറാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അതും വലിയ പ്രശ്നമില്ല, നമുക്ക് അടിച്ചുമിട്ടങ്ങ് പോവാം. പിന്നെ ഇത് മൊത്തം കാടാണ് വരുന്നത്, ജനവാസമൊക്കെ തീരെ കുറവാണ് വരുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മുടെ ആനിമൽ ക്രോസിങ്ങിന്റെ ബോർഡും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം. പിന്നെ ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് വൈകുന്നേരമായി, ഇരുട്ടായി തുടങ്ങുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്കിനി ഒരു 2 മണിക്കൂറും കൂടെ ഉണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ട്രക്ക് സ്റ്റോപ്പിലോട്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ പാർക്കിംഗ് കിട്ടിയാൽ മതിയായിരുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഓട്ടോ ഒക്കെ നിർത്തി നമ്മളിവിടെ ഒരു 50 മിനിറ്റുള്ളപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു ഫ്ലൈഞ്ചയിലെത്തി. അപ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഏരിയയിലൊന്നും അങ്ങനെ ട്രക്ക് സ്റ്റോപ്പ് ഇല്ല. നമ്മൾ ഇൻഡ്യാനാപോളിസിൽ നിന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ 69 ഹൈവേ കയറി ഒരു 2-2.5 മണിക്കൂർ വന്നപ്പോഴത്തേനും വഴിക്കൊന്നും ഒരു ട്രക്ക് സ്റ്റോപ്പോ റെസ്റ്റ് ഏരിയ ഒന്നുമില്ല, ഫുള്ള് കാടും ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നല്ല തിരക്കായി, ഒറ്റ പാർക്കിംഗ് ഇല്ല. അവിടെ ഇവിടെയും ഇതിലൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് സൈഡിൽ കൂടെയൊക്കെ. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ പിന്നെ പാർക്കിംഗ് ഒന്നുമില്ല, റിസർവ്ഡ് പാർക്കിംഗ് മാത്രം ബാക്കിയുണ്ട്. പിന്നെ റിസർവ്ഡ് പാർക്കിങ്ങിൽ ഇടണമെങ്കിൽ $10-18 കൊടുക്കണം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കമ്പനി റീഫണ്ട് ചെയ്യുമോ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ റീഫണ്ട് ചെയ്യും, ചിലപ്പോൾ ചെയ്യില്ല. കാരണം അവർ പറയുന്നത് നമ്മൾ ന്യൂയോർക്ക്, ന്യൂജേഴ്സി, പെൻസിൽവാനിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിയുമ്പോൾ പാർക്കിംഗ് കിട്ടാൻ പാടുള്ള സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ അവർ റീഫണ്ട് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വെറുതെ എന്തിനാ ഇത്രയും നമ്മൾ USD ചിലവാക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഇട്ടിരിക്കുന്ന കണ്ടപ്പോൾ ഞാനിവിടെ പാർക്കിങ്ങിൽ നമ്മുടെ പാർക്കിങ്ങിൻ്റെ സൈഡിൽ അടുപ്പിച്ചിട്ട് ഇടാൻ വേണ്ടി ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ നമ്മുടെ ഇവിടെ ഒരു റോ വരുന്നുണ്ട്, ആ സൈഡിൽ ഒരു റോ വരുന്നുണ്ട്. ആ റോയുടെ സൈഡിൽ നമ്മളിവിടെ വണ്ടി കിട്ടും. അപ്പോൾ ഇതിലെ ഇങ്ങനെ വണ്ടികൾ വളഞ്ഞു പോകും, അത് റിസർവ്ഡ് പാർക്കിംഗ് ആണ്. അപ്പോൾ ഇവിടെ കുറച്ച് വണ്ടികൾ ഇട്ടിട്ടുണ്ട്, കുറേ ഡ്രോപ്പ് ട്രെയിലറാണ് വരുന്നത്. അതല്ലാണ്ട് ഇവിടെ കുറച്ച് വണ്ടികൾ വരുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് അവർക്ക് സുഖമായിട്ട് ഒടിച്ചെടുത്തുകൊണ്ട് പോകാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇവിടെ വണ്ടി ഇട്ടു. ഇനിയിപ്പോൾ എന്തെങ്കിലും രാവിലെ അവർക്ക് വല്ല ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണെങ്കിൽ രാവിലെ വിളിച്ച് എണീപ്പിക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമുക്ക് എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് കാണുന്ന ഉറങ്ങാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് രാവിലെ എഴുന്നേറ്റു. അപ്പോൾ നമ്മളിവിടെ ഈ വണ്ടികളുടെയൊക്കെ മുമ്പിലായിരുന്നു കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു രാവിലെ ഇനിയിപ്പോൾ അവർ ഉറക്കത്തിൽ വിളിച്ചെണീപ്പിക്കുമെന്ന്, വണ്ടി മാറ്റി തരാൻ വേണ്ടി, അവർക്ക് എണീറ്റ് എടുത്ത് പോകാൻ വേണ്ടി. പക്ഷേ എന്താ ഭാഗ്യത്തിന് നമുക്ക് അപ്പുറത്തുണ്ടായിരുന്നവരൊക്കെ പോയ സമയത്ത് അവർക്ക് പോകാനുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു, എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ ഇട്ടത്. അവരൊന്നും വിളിച്ചില്ല, അതുകൊണ്ട് നന്നായിട്ട് കിടന്നുറങ്ങാൻ പറ്റി. നമ്മളൊരു ഇവിടുത്തെ സമയം ഒരു 8:30 ആയപ്പോഴത്തേനും എണീറ്റു. ഒരു 9:45 ആയപ്പോഴത്തേനും ഇൻസ്പെക്ഷൻ ഇട്ടു. ഇപ്പോൾ ഇവിടെ 10 മണിയായി, നമുക്ക് 11 മണിക്കാണ് ഡെലിവറി. ഇവിടുന്ന് ഒരു 20 മിനിറ്റ് ദൂരെയാണ് ഡെലിവറി ലൊക്കേഷൻ വരുന്നത്. കുറച്ച് നേരത്തെ അങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ലേറ്റ് ആവണ്ട. അപ്പോൾ നമ്മൾ എണീറ്റ് ഒന്ന് ഫ്രഷൊക്കെ ആയി നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് വിടാം.
നമ്മൾ പിക്കപ്പ് ലൊക്കേഷനിലെത്തി. പിക്കപ്പ് ലൊക്കേഷനില്ല, ഡെലിവറി ലൊക്കേഷനിലെത്തി. അപ്പം ഇതാണ് നമ്മൾ ഡെലിവറി ചെയ്യേണ്ട വെയർ ഹൗസ്. അപ്പോൾ നമുക്ക് നേരെ കൊണ്ടുപോയി റിസീവറിൻ്റെ അടുത്ത് പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. എന്നിട്ട് അവർ ഏത് ഡോക്കാണ് പറയുന്നത് നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഓഫീസിൽ പോയി. ഇവിടെ ഒരു ഇപ്പോൾ ഇത് ആക്ച്വലി വെയർ ഹൗസിൻ്റെ പുറകുഭാഗമാണ്. അപ്പോൾ ഇവിടെ ഒരു വാതിലുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് അടുത്ത ഡോർ എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ഡോറ് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് ഓഫീസിലോട്ട് പോകാൻ. എന്നിട്ട് പിന്നെ ഞാൻ മുമ്പിൽ പോയി അവിടെ ചെക്ക് ഇൻ ചെയ്തു. ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഡോക്ക് നമ്പർ 23. അപ്പോൾ അവിടെ ഓൾറെഡി അവിടെ ഒരു ട്രക്ക് കിടപ്പുണ്ട്. അപ്പോൾ അത് കിടക്കുന്നത് 23-ലാണ്. അപ്പോൾ ആ ട്രക്ക് പോകുന്നവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ ട്രക്ക് പോയി കഴിയുമ്പോഴത്തേനും അവിടെ കൊണ്ടുപോയി ബാക്ക് ഇട്ടാൽ മതി. അപ്പോഴത്തേനും അവിടുത്തെ ആൾ വന്നിട്ട് സീല് കട്ട് ചെയ്തോളൂ എന്ന്. എന്നിട്ട് അവർ ഓൾറെഡി നമുക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ സൈനിട്ട് തന്നു. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് അവിടെ ഡെലിവറി കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ അവൻ്റെ അടുത്ത് തന്നെയായിരുന്നു നമ്മൾ വന്ന 69 ഹൈവേ. അപ്പം ആ 69 ഹൈവേ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോകണം. എന്നിട്ട് നമ്മൾ ഇനി 24-ലോട്ട് മറിച്ചാവും. പിന്നെ അവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോയിട്ട് പിന്നെ നമ്മൾ ഒരു 51 എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ ഹൈവേ കൂടെ പോയിട്ടാണ് നമ്മൾ പിക്കപ്പ് ലൊക്കേഷനിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ പിക്കപ്പ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഡെലിവറി ചെയ്ത സ്ഥലത്ത് നിന്ന് ഏകദേശം 3.25 മണിക്കൂറുണ്ട്. എന്തായാലും നമ്മൾ ട്രക്കിനൊക്കെ പോകുമ്പോൾ ഒരു 4 മണിക്കൂറിനടുത്ത് വരും. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് നമ്മൾ അത്യാവശ്യം ഡ്രൈവ് ചെയ്തു. ഏകദേശം നമ്മളൊരു 1.25 മണിക്കൂർ നമ്മൾ ഡ്രൈവ് ചെയ്തു. ഇനിയിപ്പോൾ ഒരു 2.25 മണിക്കൂറും കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് നമ്മൾ പിക്കപ്പ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്, റിപ്ലി ടെന്നസിയാണ്. ടെന്നസിയിലെ റിപ്ലി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ പിക്കപ്പ് എടുത്തിട്ട് നമ്മൾ കാനഡയിൽ നമ്മൾ യൂഷ്വലി പോകുന്നത് നമ്മൾ വിൻസർ ഭാഗത്തേക്കായിരുന്നു. പക്ഷെ നമ്മൾ ഈ പ്രാവശ്യം പോകുന്നത് വിൻസർ ഭാഗത്തേക്കല്ല, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. നമ്മൾ ഇതുവരെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ചാനലിൽ കാണിക്കാത്ത ഒരു സ്ഥലമാണ്. അപ്പം അത് ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പം പറയാം. അതുവരെ അത് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഓൾമോസ്റ്റ് ഒരു 3 മണിക്കൂർ ഡ്രൈവ് ചെയ്തു. 3.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഒരു ലൗസി വന്നു. റിപ്ലി ടെന്നസി നമ്മുടെ പിക്കപ്പ് ലൊക്കേഷൻ ഒരു 25 മിനിറ്റ്, അരമണിക്കൂർ ഇപ്പുറത്തുള്ള. അപ്പോൾ അവിടെ നിർത്തി. നമുക്ക് എന്തായാലും പിക്കപ്പ് പറഞ്ഞിരിക്കുന്ന 6 മണിക്കാണ്. അറ്റ്ലീസ്റ്റ് ഒരു 5 മണിക്കെങ്കിലും പോയാലേ അവരെന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലും തരുള്ളൂ. അപ്പോൾ നമ്മുടെ ETA പ്രകാരം അവിടെ നമ്മളൊരു 3:45 ആകുമ്പോഴത്തേനും എത്തുമായിരുന്നു. പിന്നെ ഞാൻ അതുകൊണ്ട് നേരെ ഈ ലൗസി വന്നു. നമുക്ക് എണ്ണ അടിച്ച് ഇനിയിപ്പോൾ അത് പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സമയം വേസ്റ്റ് ആക്കണ്ടത് ഇപ്പോഴേ എണ്ണ അടിച്ച് വെക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ഞാൻ ലൗസി വന്നിട്ട് എണ്ണയൊക്കെ അടിച്ചു. ഈ പാർക്കിങ്ങിലിട്ട് നമ്മൾ ലഞ്ച് കഴിച്ചില്ലായിരുന്നു, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ഒരു 1 മണിക്കൂറായി ഇവിടെ വന്നിട്ട്, 1.5 മണിക്കൂറായി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകാം. ഇവിടെ ഇപ്പം 4:15. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേന് 5 മണിക്ക് അടുത്ത് അവിടെ ചെല്ലും. അപ്പോൾ നമുക്ക് വല്ല നേരത്തെ ലോഡ് റെഡി ആവുകയാണെങ്കിൽ നമുക്ക് പിക്ക് ചെയ്തിട്ട് പെട്ടെന്ന് പോവുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ എന്നാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിങ്ങനെ ലൗസിൽ നിന്ന് വിട്ടു. ഇപ്പം നമ്മൾ ഒരു ഹൈവേ 51 എന്ന് പറഞ്ഞിട്ട് ടെന്നസീൻ്റെ
ടെന്നസിയിൽ റിപ്ലിയിലുള്ള ഒരു ഹൈവേ കൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹൈവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം നല്ല സ്പീഡ് ലിമിറ്റും ഉണ്ട്. നമുക്ക് 105 km/h ലിമിറ്റും ഉണ്ട്. പിന്നെ ഈ ലൊക്കേഷനും വലിയ കുഴപ്പമില്ല. ഈ സൈഡുകളിൽ അത്യാവശ്യം ചെറിയ ചെറിയ ഫാം ഹൗസും നല്ലൊരു ഗ്രീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ട് ലെഫ്റ്റ് എടുത്ത് കുറച്ച് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു പഴയ ഒരു എയർഫോഴ്സിന്റെ ബേസും ഉണ്ട്. ഇപ്പൊ അവിടെ പഴയ കുറച്ച് ചെറിയ ചെറിയ കമ്പനികളും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ആ ബേസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ചെറിയൊരു മ്യൂസിയം ഒക്കെ ഉണ്ട് അവിടെ. അതിൻ്റെ അടുത്ത് ഇങ്ങനെ പഴയ പ്ലെയിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഹൈവേ നമ്മുടെ പിക്കപ്പ് ലൊക്കേഷന്റെ നേരെ മുമ്പിൽ കൂടെയാണ് പോകുന്നത്. നമ്മളിപ്പോൾ കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഒരു ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ തന്നെയാണ് നമ്മൾ പിക്കപ്പ് ചെയ്യാൻ പോകുന്ന കമ്പനി. അപ്പം നമുക്ക് വേറെ ടെൻഷനും കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഓൾറെഡി പോയിട്ടുള്ള ലൊക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പോവുകയും ചെയ്യാം. അങ്ങനെ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ പിക്കപ്പ് ലൊക്കേഷനിലെത്തും. ഹലോ ഗൈസ്, അപ്പം നമ്മൾ അവസാനം പിക്കപ്പ് ലൊക്കേഷനിലെത്തി. ഇപ്പോൾ ഇവിടുത്തെ ഇപ്പം 5 മണിയായി. അപ്പോൾ ഇനി നമുക്ക് അവിടെ പോയി നോക്കാം. അവർ നേരത്തെ ലോഡ് ചെയ്ത് മറ്റേ നമ്മുടെ ട്രെയിലർ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം ഇതാണ് കൊമാറ്റ്സുവിൻ്റെ പ്ലാന്റ്, റിപ്ലി ടെന്നസിയിലുള്ള പ്ലാന്റ്. അപ്പം ഈ സാധനം നമ്മൾ സ്ഥിരമായിട്ടുള്ള ഒരു ട്രിപ്പാണ്. നമ്മുടെ കമ്പനിക്ക് കോൺട്രാക്റ്റ് ഉള്ള ഒരു ട്രിപ്പാണിത്. നമുക്ക് എല്ലാ ദിവസമുള്ള ട്രിപ്പാണിത്. അപ്പം ഈ ലൊക്കേഷനിൽ നിന്ന് 2 ഓട്ടമാണ് പോകുന്നത്. എല്ലാ ദിവസവും 2 ട്രിപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്ന് ഇവിടുന്ന് നമുക്ക് ക്യൂബക്കിലോട്ട് കാനഡയിൽ, ഒന്ന് വിന്നിപ്പെഗ് മാനിറ്റോബ. അപ്പം നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് വിന്നിപ്പെഗ് മാനിറ്റോബയിലോട്ടുള്ള ട്രിപ്പാണ്. സാധാരണ ഇത് ഞാൻ പോകാത്ത ട്രിപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ സർപ്രൈസ് ആയിട്ട് വെച്ചത്. ഇത് അത്യാവശ്യം ലോങ് ട്രിപ്പാണ്. ഇപ്പം നമ്മൾ അവിടുന്ന് കാനഡയിൽ നിന്ന് ഏകദേശം നമ്മൾ ഒരു 14 മണിക്കൂർ ഡ്രൈവ് ചെയ്തു. ഓക്കെ, ഏകദേശം 14 മണിക്കൂർ നമ്മുടെ ഒരു ഇതിൽ ഡ്രൈവ് ചെയ്തു. അവിടുന്ന് ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ലോഡ് പിക്ക് ചെയ്തിട്ട് നമ്മൾ വിന്നിപ്പെഗ് മാനിറ്റോബയിൽ എത്തണമെങ്കിൽ 20 മണിക്കൂറിൻ്റെ അടുത്ത് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ യൂഷ്വൽ ഗൂഗിളിൽ പറയുന്ന 20 മണിക്കൂർ. അതപ്പം നമ്മുടെ ട്രക്കിൽ എന്തായാലും ഒരു 22-24 മണിക്കൂറാകും. എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നമ്മളൊരു 3-4 മണിക്കൂർ ഓടിക്കും. അതിനുശേഷം നാളെ ഫുള്ള് ഓടിക്കും. അത് കഴിഞ്ഞ് മറ്റന്നാൾ ഫുള്ള് ഓടിച്ചു കഴിഞ്ഞാലേ നമ്മൾ അവിടെ എത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ 2 ദിവസം നമുക്ക് പിക്കപ്പ് ഡെലിവറി ഒന്നുമില്ല, ഓൺലി ഓട്ടം മാത്രം. ആ ട്രിപ്പാണിത്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ട്രെയിലർ സ്വിച്ചാണ് വരുന്നത്. നമ്മുടെ അങ്ങറ്റത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്നറിയില്ല, അങ്ങറ്റത്ത് 2 ട്രെയിലർ നമ്മുടെ കിടപ്പുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന MT ട്രെയിലർ ഇവിടെ ഡ്രോപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആദ്യം പോയിട്ട് ആ ലോഡർ ട്രെയിലർ ഹുക്ക് ചെയ്ത് വലിച്ചെടുത്ത് പുറത്ത് ഇവിടെ കൊണ്ടുവന്നിടണം. എന്നിട്ട് നമ്മൾ ഈ MT ട്രെയിലർ പിന്നെ ഹുക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ട്രെയിലർ എടുത്തോ അവിടെ തന്നെ കൊണ്ടുപോയി തിരിച്ച് കയറ്റിയിടണം. കുറച്ച് വള്ളി പിടിച്ച ഇതാണിത്. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ഇന്നങ്ങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 ദിവസത്തേന് നമുക്ക് ടെൻഷൻ അടിക്കണ്ട. മറ്റന്നാൾ നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ ട്രെയിലർ ഡ്രോപ്പ് ചെയ്താൽ മതി. ലൈവ് അൺലോഡ് അങ്ങനത്തെ കാര്യമൊന്നുമല്ല, ട്രെയിലർ ഡ്രോപ്പ് ചെയ്താൽ മതി. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ അവിടെ പോയി ലോഡ് പിക്ക് ചെയ്തു. അവിടെയാണെങ്കിൽ ഫുള്ള് മഴയായിരുന്നു. ഞാൻ അവിടുന്ന് നമ്മുടെ ട്രെയിലർ സ്വിച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. നല്ല മഴയായിരുന്നു അവിടെ. അപ്പോൾ പിന്നെ ആ മഴയത്ത് എങ്ങനെയൊക്കെയോ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടൊക്കെ ട്രെയിലർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വിച്ച് ചെയ്ത് എല്ലാം ഓക്കെ ആക്കി അവിടുന്ന് നമ്മൾ വിട്ടു. പേപ്പർ വർക്കൊക്കെ കമ്പനിയിലോട്ട് അയച്ചു കൊടുത്തു. അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേപ്പർ വർക്ക് ഉണ്ടാകും. കാരണം ഓരോ പാർട്സും ഓരോ കാറ്റഗറിയിൽപ്പെട്ട പാർട്സും അവർ ഓരോ സെപ്പറേറ്റ് ആയിട്ടാണ് കസ്റ്റംസ് ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ കുറേ പേപ്പർ വർക്ക് വേണം. അപ്പം അതൊക്കെ ഓൾറെഡി അവർ നേരെ നമ്മുടെ കമ്പനിക്ക് അയച്ചു കൊടുക്കും. നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മളെ ഒന്ന് കൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി എത്ര സെറ്റ് ഉണ്ടെന്ന്. അത് നമ്മൾ ഓൾറെഡി കൗണ്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് വിട്ട് വെയിറ്റ് ചെക്ക് ചെയ്തു. വെയിറ്റ് എല്ലാം ഓക്കെയാണ്. ഇനിയിപ്പോൾ നമ്മളൊരു 2-2.5 ദിവസം ഫുൾ ഓടിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്കൊരു ബാക്കിയുള്ളത് 4.25 മണിക്കൂർ നമുക്ക് സമയം ബാക്കിയുണ്ട്. ഒരു 3 മണിക്കൂർ 40 മിനിറ്റിലൊരു
ട്രക്ക് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ പോയി കിടക്കണോ അതോ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി കിടക്കണോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. എനിവേ നമുക്ക് അവസരങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് അതുപോലെ നമുക്ക് നോക്കാം. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നത്തെ ഓട്ടോ ഒക്കെ കഴിഞ്ഞു. ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു 4-4.5 മണിക്കൂർ ദൂരെയുള്ള ഒരു ട്രക്ക് സ്റ്റോപ്പിൽ കിടക്കാമെന്നായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ അവിടെ നിന്ന് അടിച്ചും വിട്ടെങ്കിൽ പോരുമായിരുന്നു. അപ്പോഴത്തേനായിട്ട് ഇടയ്ക്കാണെങ്കിൽ ഭയങ്കര മഴ പെയ്തെന്ന്. ഞാനപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് ടൈം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ പ്ലാൻ ചെയ്ത ട്രക്ക് സ്റ്റോപ്പിലോട്ട് 4.5 മണിക്കൂർ ഉണ്ടായിരുന്നു. നമുക്ക് ഡ്രൈവിംഗ് ടൈം ബാക്കിയുള്ളത് 4 മണിക്കൂർ 50 മിനിറ്റ്. അപ്പോൾ ഒരു 20 മിനിറ്റിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഓടി എങ്ങനെയെങ്കിലും എത്താമെന്നുള്ള ഇതിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ നോക്കിയപ്പോഴത്തേനും അതിൻ്റെ ഇടയ്ക്ക് നല്ല ശക്തിയായിട്ട് മഴയും പെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ നമുക്ക് സ്ലോ ആക്കുമ്പോഴത്തേനും ഓൾറെഡി നമ്മുടെ സ്പീഡ് ലിമിറ്റ് ഇവിടുത്തെ ഹൈവേയുടെ സ്പീഡ് ലിമിറ്റുമായിട്ട് കുറവായതുകൊണ്ട് നമുക്ക് ഓൾറെഡി ടൈം പുറകോട്ട് പോകുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ മഴയും കൂടെ പെയ്തപ്പോഴത്തേനും ഭയങ്കരമായിട്ട് സ്ലോ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അധികം റിസ്ക് എടുക്കാൻ നിന്നില്ല. അപ്പോഴത്തേനും നമ്മൾ അവിടുന്ന് സെൻറ്റ് ലൂയിസ് എത്തുന്നതിന് മുമ്പേ ഒരു റെസ്റ്റ് ഏരിയയിൽ ഞാൻ കയറി നോക്കി കഴിഞ്ഞപ്പം ഒരു പാർക്കിംഗ് മാത്രം ബാക്കിയുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഞാൻ കയറ്റി അവിടെ ഇട്ടു. എന്നിട്ട് നമ്മളിവിടെ ഇന്ന് ഷട്ട് ഡൗൺ ചെയ്യാമെന്ന് വെച്ചു. അപ്പം അങ്ങനെ ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് ആസ് പെർ ഗൂഗിൾ പ്രകാരം നമുക്ക് 16 മണിക്കൂറുണ്ട്. അപ്പോൾ നമ്മുടെ എന്തായാലും ഒരു 18 മണിക്കൂർ എടുക്കും. 18 മണിക്കൂറിൻ്റെ അടുത്ത് പിടിക്കും നമുക്ക് ട്രക്കിന്. ഇന്ന് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന 3.5 മണിക്കൂർ നമ്മൾ ഓടിയിട്ടുണ്ട് എന്തായാലും. അതുകൊണ്ട് ഇനിയിപ്പം ബാക്കി ഒരു 16 മണിക്കൂർ ബാക്കി ഉണ്ടാവുക. അങ്ങനെ ഇനിയിപ്പം നമുക്ക് നാളെ മിനിയാപ്പോളിസ് മിൻസോട്ട അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു റെസ്റ്റ് ഏരിയയിൽ നമുക്ക് നിർത്താം, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രക്ക് സ്റ്റോപ്പിൽ നമുക്ക് നിർത്താം രാവിലെ തുടങ്ങിയിട്ട്. എന്നിട്ട് ബാക്കിയുള്ളത് 8 മണിക്കൂർ നമുക്ക് മറ്റന്നാൾ ഫുള്ള് ഓടി വൈകുന്നേരം ആവുന്നതിന് മുമ്പേ നമുക്ക് അവിടെ എത്താമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറച്ച് നേരം ശമനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നല്ല കട്ടയ്ക്ക് മഴ പെയ്യുകയാണ്. അല്ല, നമുക്കിപ്പോൾ വണ്ടീൻ്റെ മുകളിൽ മഴ പെയ്യുന്ന ഒച്ച നമുക്ക് കേൾക്കാം. അങ്ങനെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ജ്യൂസോ എന്തെങ്കിലുമൊക്കെ ആക്കി കുടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കിടക്കാം. രാവിലെ ഇവിടുത്തെ ഒരു 9:45 ആയപ്പോഴാണ് ഞാൻ ഷട്ട് ഡൗൺ ചെയ്ത്. അപ്പോൾ നമുക്ക് രാവിലെ ഒരു 7:45 ആകുമ്പോഴത്തേനും നമ്മുടെ ടൈം റീസെറ്റ് ആവും. ഒരു 8 മണി ആകുമ്പോഴത്തേനും വിട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം എത്രയും പെട്ടെന്ന് നിർത്തുന്ന രീതിയിൽ നമുക്ക് മിനിയാപ്പോളിസിൻ്റെ അടുത്ത് എത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ എന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് കടക്കാനുള്ള വഴി നോക്കാം.